ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് ഒരു നുള്ള് പഞ്ചസാര പോലും ചേർക്കാതെ, എന്നാലോ നല്ല മധുരമൊക്കെ ഉള്ള, അതും ഒരു തുള്ളി ഓയിലോ നെയ്യോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോട് കൂടി ഇനിയും ഇനിയും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം മാങ്ങ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവൂലേ. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങാ സീസൺ ഒന്നും വേണ്ട കേട്ടോ. കാരണം നമുക്കിത് ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു മാങ്ങ എവിടെ നിന്നല്ലേ കിട്ടാതിരിക്കുക. കടയിലൊക്കെ പോയാൽ എന്തായാലും കിട്ടും ഏത് ടൈമിലും. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ അടുത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്തൊരു കോമാങ്ങയാണ്. മാങ്ങ ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഏത് മാങ്ങ എടുത്താലും നമ്മളിത് ഉണ്ടാക്കുന്നിടത്താണ് ഇതിൽ കുറച്ച് ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. ഇതിന് വല്ലാത്തൊരു രുചിയാണ്, എന്നാലോ നല്ല ഹെൽത്തിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു ഷുഗർ പേഷ്യൻറ്റിന് പോലും ഇത് ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റും. കാരണം നമ്മളിത് പഞ്ചസാര ഒന്നും ചേർക്കണില്ല. അപ്പോൾ ആ ഒരു മാങ്ങ ഞാൻ തൊലിയൊക്കെ ചെത്തി ഇതുപോലെ ഒന്ന് നുറുക്കിയെടുക്കുന്നുണ്ട്. കാരണം ചെറിയ ജാറിലിട്ടാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. മിക്സിൻ്റെ ചെറിയ ജാർ തന്നെ മതിയാവും, കാരണം ഒരൊറ്റ മാങ്ങയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ മിക്സിൻ്റെ ജാർക്ക് അതിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അര ഗ്ലാസിൻ്റെ താഴെ കണ്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കേട്ടോ. ഇനി ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഇല്ലാത്തവർക്ക് ഞാൻ തേങ്ങ ഇല്ലാതെ എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പക്ഷെ ഇപ്പോൾ തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. തേങ്ങ വെച്ചിട്ട് ചെയ്യുമ്പം നമുക്ക് ഒന്നും പറയാനുണ്ടാവില്ല ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഒരു അരമുറി തേങ്ങ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാവുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമുറിയിലേറെ എടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുന്നതോളം രുചി കൂടേ ഉള്ളൂ. നമ്മളെ വീട്ടിൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുകയെന്ന് വെച്ചാൽ അപ്പോൾ കുറച്ച് തേങ്ങ ഒക്കെ ചിലവാക്കണേന് എന്താല്ലേ. ഏതായാലും നല്ലോണം തേങ്ങ ഉള്ളവർക്കൊക്കെ നല്ല സുഖമാണ്. ഇനി കുറച്ച് തേങ്ങ ആണെങ്കിൽ ഇത് കുറച്ചല്ലേ നമ്മൾ ഉപയോഗിക്കണുള്ളൂ. അപ്പോൾ ആ തേങ്ങ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കേട്ടോ. ഇനിയിപ്പോൾ വിളഞ്ഞ തേങ്ങ ആണെങ്കിലും കുഴപ്പമില്ല, വിളവ് കുറഞ്ഞ തേങ്ങ ആണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്നും വേണ്ട. നമുക്കുണ്ടാവുമ്പോൾ നല്ല വേനലല്ലേ ഇനിയോ. അപ്പോൾ ആ ഒരു വേനൽക്കാലത്തൊക്കെ നമ്മൾ എത്ര വെള്ളമുള്ള തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ കൊട്ട കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ കൊട്ട കഴിഞ്ഞ തേങ്ങ ഇനി എന്താ ചെയ്യുക? ആട്ടാൻ പറ്റും, പക്ഷെ നമ്മൾ ആട്ടണീൻ്റെ കൂട്ടത്തിലല്ലേ പറ്റുള്ളൂ. ആട്ടണമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയും തെറ്റായിട്ടുള്ള കൊട്ട കഴിഞ്ഞ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് എടുത്തോളിട്ടോ. അതൊക്കെ നുറുക്കി നുറുക്കി എടുത്തിട്ട് മിക്സിൻ്റെ ജാറിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്ത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാണ് കേട്ടോ. അടിച്ചെടുത്തത് ഒരു അര ഗ്ലാസ് വെള്ളം കൊണ്ടാണെങ്കിലും പിന്നെ മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് ചുഴറ്റി ഒഴിച്ച് ഏതായാലും ഇതൊരു ഒന്നൊന്നര ഗ്ലാസ് വെള്ളം തേങ്ങാപ്പാൽ ഉണ്ടാവും ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ അടിച്ചത് ശരിയായിട്ടില്ലെങ്കിൽ ഒരൊറ്റ വട്ടം പിഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് പിഴിഞ്ഞാൽ വീണ്ടും തേങ്ങാപ്പാൽ കിട്ടും കേട്ടോ. അപ്പോൾ ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കടായി എടുക്കുക. അതിലേക്ക് അരിപ്പൊടിയോ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒന്നുമില്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് അരിപ്പൊടിയും ഇല്ല ഗോതമ്പ് പൊടിയും ഇല്ല, അതുകൊണ്ട് ഞാൻ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഗോതമ്പ് പൊടി അരിപ്പൊടിയോ എടുക്കുക. ഏതായാലും ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഇതുണ്ടല്ലോ കോൺഫ്ലോറിൻ്റെ പൗഡർ കട്ട കുത്തിയ പോലൊക്കെ ആവും. അപ്പോൾ കുറച്ച് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തേങ്ങാപ്പാൽ എടുക്കണില്ല എന്നുള്ളവരാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ആ മാങ്ങയുടെ പൾപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ആ തേങ്ങാപ്പാലും കോൺഫ്ലോറും പൾപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരു എന്തോ പോലെ ഇങ്ങനെ ഇത് ഉടഞ്ഞ് കിട്ടൂല. അപ്പം ഞാനിതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും.
ഇനി എന്ത് ചെയ്യുക, ഈ തേങ്ങാപ്പാൽ ബാക്കിയുള്ള ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിത് നല്ലൊരു ഫ്ലേവർ, നമ്മളിത് കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഏലക്കായൻ്റെ പൊടി, ഞാനിപ്പോൾ പഞ്ചസാര ഏലക്കായും കൂടെ പൊടിച്ചെടുത്തതാണ്. ഏലക്ക വെയിലത്ത് വെച്ചാൽ അത് വേഗം പൊടിഞ്ഞ് കിട്ടും. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് എടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ലേശം നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല ജീരകം ഉള്ളൂ, പൊടിയില്ല, അതുപോലെ തന്നെ ഏലക്കായ ഉള്ളൂ, ഏലക്കായൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തേങ്ങ അടിച്ചെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ, തേങ്ങ അടിച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ഏലക്കായ ഇടുക. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇടുക. എന്നാൽ ഈ ഒരു തേങ്ങ അരയണ സമയത്ത് ഏലക്കായും ഒന്ന് അരിഞ്ഞ് കിട്ടും. കുറച്ച് തോടൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അതുപോലെ തന്നെ നല്ല ജീരകവും അരിഞ്ഞ് കിട്ടും. എന്നിട്ട് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ആ ഏലക്കായൻ്റെ തോടൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങാപ്പീരൻ്റെ കൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഇപ്പം ഞാൻ അരിച്ചൊഴിച്ച് കൊടുത്തത് ശർക്കര പാനിയാണ് കേട്ടോ. ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ്, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും ഇളക്കാനോ പിടിക്കാനോ ഒന്നുമില്ല. പക്ഷെ ഫസ്റ്റിൽ എന്ത് ചെയ്യുക, നല്ലോണം ഇളക്കി കൊടുക്കുക. കാരണം കോൺഫ്ലോർ അരിപ്പൊടിയൊക്കെ എന്ന് പറഞ്ഞാൽ അടിയിൽ വേഗം അങ്ങോട്ട് ഊറിക്കെടുക്കും. അപ്പം ആ ഊറിക്കെടുക്കുന്ന സമയത്ത് നമ്മൾ തീ കൊളുത്തി കഴിഞ്ഞാൽ ആ അടിഭാഗം വേഗാണ്ട് ഒന്ന് കുക്കായിട്ട് പിന്നെ അത് പിന്നെ നമ്മൾ എത്ര ഇളക്കിയാലും അത് പാകമാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരൊറ്റ തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല, നമ്മൾ അതിൻ്റെ അടുത്ത് നിൽക്കേ വേണ്ട, ഇത് താനേ ഇത് റെഡി ആയിട്ട് വരും. അപ്പം അതാ കുറച്ചൊന്ന് കത്തിയപ്പോഴേക്കും നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ആദ്യൊരു വെള്ളം പോലെ ഇനിയല്ലോ, അപ്പോൾ അതാ സ്പാച്ചിലമലൊക്കെ നന്നായിട്ട് കൊഴുപ്പ് പോലെ ആകുന്നുണ്ട് കേട്ടോ. കോൺഫ്ലോർ അല്ലേ, പെട്ടെന്ന് കുറുകും. അപ്പം കുറച്ച് സമയം ഒന്നിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കട്ടോ. ഇളക്കി കഴിഞ്ഞതാ കണ്ടല്ലോ, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തിളക്കൽ തുടങ്ങിയാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ട്. പക്ഷെ പെട്ടെന്ന് തിളക്കും ചെയ്യും, കാരണം ഒരു 1-1.5 ഗ്ലാസ് വെള്ളം തിളക്കണ പണിയല്ലേ ഉള്ളൂ. അത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ തുറന്നിട്ടതായതുകൊണ്ട് തന്നെ തിളച്ച് ചിന്തണ പണിയില്ല, തിളച്ച് ചിന്തുമില്ല. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് എന്ത് ജോലി വേണേൽ ചെയ്യാം. കാരണം നമ്മളിപ്പോൾ ഇത് അടിച്ചെടുത്ത മിക്സിൻ്റെ ജാറ്, തേങ്ങ അടിച്ചെടുത്തത്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞത്, അരിപ്പ പാത്രം, അതുപോലെ തന്നെ നമ്മൾ പലതും മിക്സിൻ്റെ ജാറിൽ ചെറിയ ജാറിലിട്ടല്ലേ മാങ്ങ അരിച്ചത് അത്, അങ്ങനെ അങ്ങനെ കുറേ പാത്രങ്ങൾ, ശർക്കര ഉരുക്കിയത് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു 2 അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഉരുക്കി പാർന്നത് മധുരത്തിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, പക്ഷെ പഞ്ചസാരനേക്കാളും നല്ലത് ശർക്കരയാണ്. അതുപോലെ തന്നെ ആ ഒരു ശർക്കരൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഇളക്കണ്ടാന്ന്, എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇളക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ തിളച്ചോട്ടെ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, അല്ലാന്നുണ്ടെങ്കിൽ പിസ്ത, വെളുത്ത എള്ള്, കറുത്ത എള്ള് ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല, കാരണം നമുക്ക് സിമ്പിളായിട്ട് ഇപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ചിലപ്പോൾ നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കണം തോന്നുമ്പോൾ ഞാനിതെല്ലാം കൂടെ വാരി വലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ അതാ കുറച്ച് തേങ്ങാപ്പൂളാണ്. ഈ ഒരു തേങ്ങാക്കൊത്തുണ്ടല്ലോ, നമ്മളിത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കണ സമയത്ത്, നമ്മളിത് ഇങ്ങനെ കഷ്ണം വെട്ടി കഴിക്കണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഒരു തേങ്ങാക്കൊത്തും കൂടെ ഇങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാനുണ്ടാവില്ല. കാരണം ഇത് ആ ഒരു നല്ല ജീരകവും ഏലക്കാപ്പൊടിയും തേങ്ങാപ്പാൻ്റെ എല്ലാം കൂടെ ആ ഒരു ശർക്കരയും കൂടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ എന്ത് പലഹാരം വാങ്ങിയാലും ഇതേ രുചിയിലല്ല കേട്ടോ കിട്ടുക. ഇപ്പം നമുക്കൊരു കറുത്ത ഹലുവ കഴിക്കണം, അല്ലെങ്കിൽ ഒരു യെല്ലോ ഹലുവ കഴിക്കണം, അല്ലെങ്കിൽ ഒരു റെഡ് കളറിൽ കഴിക്കണം, ഗ്രീൻ കളർ, അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉണ്ടാവും. പക്ഷെ അതിനൊന്നും ഈ ഒരു രുചിയല്ല കേട്ടോ കിട്ടുക. ഇതിന് നല്ലൊരു നാച്ചുറൽ രുചിയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, കുറച്ചൊക്കെ നല്ലോണം വറ്റിയതിന് ശേഷം ആ ഒരു സ്റ്റേജിൽ ഞാൻ അതാ എടുത്തിട്ടുണ്ട്. നല്ല ചൂടോട് കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ വീട്ടിൽ ഏതാണോ പാത്രം ഉള്ളത്, കറിപ്പാത്രം ആയാലും വേണ്ടിയില്ല, ഇനിയിപ്പോൾ ഇതുപോലത്തെ പുഡിങ് ട്രേ ഉണ്ടെങ്കിൽ അത് ഏത് പാത്രത്തിലായാലും ഒരു തുള്ളി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ട്
ഒരു 2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിയാലുണ്ടല്ലോ എന്താണെന്നറിയോ ഭംഗി. നല്ലൊരു പഞ്ഞി കിട്ടും. ഇതിൻ്റെ രുചി കാണുന്ന പോലെയല്ല കേട്ടോ, നമ്മളിതിലേക്ക് എന്തൊക്കെ ചേർത്തറിയാം. അടിപൊളി ടേസ്റ്റ് ആണ്, അടിപൊളി ടേസ്റ്റാണ്. ഒരൊറ്റ മാങ്ങ വെച്ചിട്ട് ആ ഒരു മാങ്ങൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രുചിയാണ് കേട്ടോ. നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ എത്ര പൈസ കൊടുത്താലും ഇത്ര ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.